ഹലോ, ബിൽഡ് യുവർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. ഹിസ്റ്ററിയിലെ ഇൻട്രൊഡക്ഷൻ ആണ് പീരീഡ്സ്. കുറേ അധികം പീരീഡ്സ് ഉണ്ട് അല്ലെ ഹിസ്റ്ററിയിൽ. ഇങ്ങനെയാണ് ആൻഷ്യന്റ് ഉണ്ട്, മോഡേൺ ഉണ്ട്, മിഡീവൽ ഉണ്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ കുറച്ചേറെ എന്തുണ്ട്, സെപ്പറേഷൻസ് ഉണ്ട്, പീരീഡ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് ഏതൊക്കെയാണ് എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ഐഡിയ ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ തരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹിസ്റ്ററി മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഡിവിഷൻസ് ആണ് ഹിസ്റ്ററിക്ക് ഉള്ളത്. നമ്മൾ പ്രീ ഹിസ്റ്റോറിക്, പ്രോട്ടോ ഹിസ്റ്റോറിക്, ഹിസ്റ്റോറിക്, ഇങ്ങനെ 3 എണ്ണമായിട്ടാണ് ഹിസ്റ്ററി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ് പ്രീ ഹിസ്റ്റോറിക്, പ്രോട്ടോ ഹിസ്റ്റോറിക്, ഹിസ്റ്റോറിക് എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രീഹിസ്റ്റോറിക് പീരീഡ്. പ്രീഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതാ 30 lakh BC അല്ലെ, 30 lakh BC to 2500 BC വരെയാണ് പ്രീഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. പ്രീഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചുള്ള റിട്ടേൺ എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. പ്രീഹിസ്റ്റോറിക് പീരീഡിന് 3 സബ് പീരീഡ്സ് ഉണ്ട്. ഇതിനകത്ത് ഞാനിപ്പം ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്, ലിത്തിക് അല്ലെങ്കിൽ സ്റ്റോൺ പീരീഡ് എന്ന് പറഞ്ഞിട്ട്. പിന്നെയും ഉണ്ട് കോപ്പർ പീരീഡ്, പിന്നീട് അയൺ പീരീഡ്. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ. സ്റ്റോൺ പീരീഡ് അല്ലെങ്കിൽ ലിത്തിക് പീരീഡ്. സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലം. കല്ലുകൊണ്ട് നമ്മൾ തീ കൂട്ടാനാണെങ്കിലും ആയുധങ്ങളാണെങ്കിലും എല്ലാം കല്ലുകൾ കൊണ്ട് ഉപയോഗിച്ചിരുന്ന സമയമാണ് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ സ്റ്റോൺ പീരീഡ് എന്ന് പറയുന്നത്. അതിനുശേഷം കോപ്പർ ഉപയോഗിക്കാൻ തുടങ്ങി, അതിനുശേഷം അയൺ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു പ്രീഹിസ്റ്റോറിക് പീരീഡിൽ തന്നെയാണ് ഇങ്ങനെ 3 സബ് പീരീഡ്സ് വരുന്നത്. സ്റ്റോൺ ഏജ്, കോപ്പർ ഏജ്, അയൺ ഏജ്. സ്റ്റോൺ ഏജിനെ തന്നെ നമ്മൾ ലിത്തിക് പീരീഡ് എന്നും പറയുന്നുണ്ട്. 30 lakh BC to 2500 BC വരെയായിരുന്നു പ്രീഹിസ്റ്റോറിക് പീരീഡിന്റെ ടൈമിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ 2500 BC to 600 BC വരെയായിരുന്നു പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ഉണ്ടായിരുന്നത്. ആ കാലഘട്ടം പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിന്റെ കാലഘട്ടമാണത്. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് നമുക്ക് റിട്ടേൺ എവിഡൻസ് അവൈലബിൾ ആണ്, റിട്ടേൺ എവിഡൻസ് ഉണ്ട്. അതുപോലെ തന്നെ പക്ഷേ അവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ ഇതുവരെയും പറ്റിയിട്ടില്ല. ഡെസിഫേർഡ് എന്ന് വെച്ചാൽ മനസ്സിലാക്കുക എന്നാണ് അർത്ഥം. അപ്പോ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ്സിൽ കണ്ടുപിടിച്ചിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മൾ പറഞ്ഞു റിട്ടേൺ എവിഡൻസ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ റിട്ടേൺ എവിഡൻസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ അവരുടെ ആ റിട്ടേൺ ഡോക്യുമെന്റ്സ് ഒന്നും തന്നെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ആയിട്ട് കൺഫേം ചെയ്യാനും പറ്റിയിട്ടില്ല. പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിന്റെ കേസാണ് പറയണത്. എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഇൻഡസ് സിവിലൈസേഷനും അതുപോലെ തന്നെ വേദിക് കൾച്ചറും ഒക്കെ പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിന് എക്സാമ്പിൾ ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡസ് സിവിലൈസേഷനിൽ നമുക്ക് അവരുടെ ഇൻഡസ് സിവിലൈസേഷന്റെ സ്ക്രിപ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ആ സ്ക്രിപ്റ്റ് നമുക്ക് ഡെസിഫർ ചെയ്യാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇനി വേദിക് കൾച്ചറിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ എവിഡൻസ് കൺഫേം ചെയ്തിട്ടില്ല. ആർക്കിയോളജിക്കൽ എവിഡൻസ് അവരുടെ കൺഫർമേഷൻ വേദിക് കൾച്ചറിന് കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡിനകത്ത് നമുക്ക് റിട്ടേൺ ഡോക്യുമെന്റ്സ് അവൈലബിൾ ആണെങ്കിൽ കൂടിയിട്ടും അതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനോ അതൊരു എവിഡൻസ് ആയിട്ട് ആർക്കിയോളജി കൺഫേം ചെയ്യുക ഒന്നും ചെയ്യാത്ത ഒരു കാലഘട്ടമാണ് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷനും വേദിക് കൾച്ചറും ഒക്കെ വരുന്നത്. ഇനിയുള്ളത് ഹിസ്റ്റോറിക് പീരീഡ് ആണ്. ഹിസ്റ്റോറിക് പീരീഡ് 600 BC-യിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് വരെ 2024 ഇന്ന് August 3rd ആണ്. ഇന്ന് വരെയുള്ള സമയമാണ് നമ്മൾ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. നമുക്ക് റിട്ടേൺ എവിഡൻസസ് അവൈലബിൾ ആണ്. ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ചുള്ള റിട്ടേൺ എവിഡൻസ് അവൈലബിൾ ആണ്.
എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? മഹാജനപദ പീരീഡ്. മഹാജനപദ പീരീഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹിസ്റ്റോറിക് പീരീഡ് എവിടെന്നാ സ്റ്റാർട്ട് ചെയ്യണത് എന്ന് ചോദിക്കാറുണ്ട്. മഹാജനപദ പീരീഡിൽ നിന്നാണ് ഹിസ്റ്റോറിക് പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് വരേക്കും എന്ത് തന്നെയാണ്? ഹിസ്റ്റോറിക് പീരീഡ് നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോ നമുക്ക് ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ അധികം ഒന്നും കൊടുക്കാണ്ട് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഹിസ്റ്ററി 3 ഡിവിഷൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രീ ഹിസ്റ്റോറിക്, പ്രോട്ടോ ഹിസ്റ്റോറിക്, ഹിസ്റ്റോറിക്. അതിനകത്ത് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണെങ്കിൽ 30 lakh BC to 25,000 BC വരെയാണ്, 2500 BC വരെയാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. റിട്ടൺ എവിഡൻസ് ഒന്നും തന്നെ പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ അവൈലബിൾ ആയിട്ടില്ല. അവിടെ കൂടുതലായിട്ടും എന്താണ് 3 പ്രീ ഹിസ്റ്റോറിക് പീരീഡ് സബ് പീരീഡ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? അയൺ പീരീഡ്, കോപ്പർ പീരീഡ്, സ്റ്റോൺ പീരീഡ്, കോപ്പർ പീരീഡ്, അയൺ പീരീഡ്. ആ ഓർഡറിൽ തന്നെ പഠിക്കണം കേട്ടോ. ആദ്യം സ്റ്റോൺ ആയിരുന്നു, അത് കഴിഞ്ഞ് കോപ്പർ ആയി, പിന്നീട് അയൺ വന്നു. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. അത് 2500 BC to 600 BC വരെയാണ്. റിട്ടൺ എവിഡൻസ് അവൈലബിൾ ആണ്. പക്ഷെ അവരുടെ സ്ക്രിപ്റ്റ് നമുക്ക് മനസ്സിലാക്കാനോ എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ ഒരു റിട്ടൺ എവിഡൻസ് അല്ലെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് ആർക്കിയോളജി എവിഡൻസ് ആയിട്ട് കൺഫേം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. എക്സാമ്പിൾസ് ആണ് ഇൻഡസ് വാലി സിവിലൈസേഷനും വേദിക് കൾച്ചറും ഒക്കെ. ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വെച്ചാൽ 600 BC മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടമാണ് ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറയുന്നത്. ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഹിസ്റ്റോറിക് പീരീഡിനെ കുറിച്ച് നമുക്ക് റിട്ടൺ എവിഡൻസസ് എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. മഹാജനപദ പീരീഡ് മുതൽ ഇന്ന് വരെയുള്ളതാണ് ഹിസ്റ്റോറിക് പീരീഡ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ഹിസ്റ്ററിയുടെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ്, ഒരു ഇൻട്രോ ആണ്. ഇനി നമുക്ക് ഹിസ്റ്ററിയുടെ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിൽസും ടൈം ലൈൻസും ക്രോണോളജിക്കൽ പീരീഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. വേദാസ് ഉണ്ട്, അതുപോലെ എംപയേഴ്സ് ഉണ്ട്, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി ഉണ്ട്. അപ്പൊ ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾസ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇത്രയും നേരം കേട്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ്. നമുക്ക് വീണ്ടും കാണാം. ബൈ.